കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യം കെട്ടിപ്പടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പിടിയിലല്ല ഇന്ന് ഈ രാജ്യം. പകരം കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കുക പോലും ചെയ്യാത്ത, ജനാധിപത്യ മര്യാദകൾ തൊട്ടുതീണ്ടാത്ത ഒരു വിഭാഗമാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. BJP നേതൃത്വം കൊടുക്കുന്ന മോദി ഭരിക്കുന്ന രാജ്യം ചില പ്രത്യേക അജണ്ടയിന്മേൽ നീങ്ങുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം തന്നെ ഈ രാജ്യത്തുണ്ട്. മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനത്ത് കഴിഞ്ഞിടക്ക് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിപതറിയപ്പോൾ ഇല്ലാതായതും ഈ പറഞ്ഞ ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതീക്ഷയാണ്. വലിയ അട്ടിമറികൾ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനതാൽപരല്ലാത്തവർ അധികാരത്തിൽ കയറിയിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ളതുപോലെ ചരിത്രത്തെയും സ്ഥലനാമങ്ങളെയും വരെ മാറ്റിക്കൊണ്ടാണ് ഭരണം നിർവഹിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ 10 വർഷങ്ങൾക്കിപ്പുറം വളരെ ദുഃഖത്തോടെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം തുറന്നു പറയുകയാണ്. തന്റെ സഹോദരി ഭർത്താവിനെ കേന്ദ്രം വേട്ടയാടുന്ന കാര്യമാണത്. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP, അവരുടെ ഭർത്താവായ ബിസിനസ്മാൻ റോബർട്ട് വാദ്ര. ഈ വാദ്രയെ പൂട്ടിക്കെട്ടിയാൽ നിഷ്പ്രയാസം പ്രിയങ്കയെയും കളത്തിന് പുറത്ത് നിർത്താമെന്നാണ് BJP ഒരുക്കിയ തന്ത്രം. പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അതുവഴി പാർലമെന്റിനകത്തേക്കും കയറി കൂടുന്നതുവരെ ഈ പറയുന്ന ഏജൻസികൾക്കോ ഇത്ര കണ്ട് റോബർട്ട് വാദ്രയെ വേട്ടയാടേണ്ടി വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പ്രിയങ്ക എന്ന് അധികാരത്തിൽ കയറിയോ, എന്ന് പാർലമെന്റിനകത്തേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഈ അന്വേഷണ ഏജൻസികൾ പ്രിയങ്കയുടെ കുടുംബത്തെയാണ് വേട്ടയാടുന്നത്. ഒരു പരിധിവരെ കോൺഗ്രസിനെ അവർ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യത്തെ ഇല്ലാതാക്കാൻ, ഗാന്ധി കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയിൽ നിന്നാണ് സോണിയക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആദ്യം കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രിയങ്കയെയും വേട്ടയാടുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ വർഷങ്ങളായി ഈ പറയുന്ന ഗാന്ധി കുടുംബം തട്ടിപ്പും വെട്ടിപ്പും സാമ്പത്തിക കൊള്ളയും നടത്തുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ കൊണ്ട് കല്ലെറിയിപ്പിക്കുക എന്നതാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അത് നടപ്പിലാക്കാൻ അവർ ഏതറ്റം വരെയും പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 37.64 കോടി വില മതിപ്പിക്കുന്ന സ്വത്തുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED കണ്ടുകെട്ടുന്നത്. രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ 5 സംസ്ഥാനങ്ങളിലായി വരുന്ന 43 വസ്തുവകകളാണ് റോബർട്ട് വാദ്രയുടേത് എന്ന് പറഞ്ഞ് കണ്ടുകെട്ടുന്നത്. ഹരിയാനയിലെ ഷിക്കോപൂരിൽ നടന്ന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കോൺഗ്രസ് MPയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയുടെ 37.64 കോടി വിലമതിക്കുന്ന സ്വത്തുകൾ ED കണ്ടുകെട്ടുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ സഹോദരി ഭർത്താവ് റോബർട്ട് വാദ്രക്കെതിരായി ED നടപടികൾക്കെതിരെ രാഹുൽ രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയുടെ ഏറ്റവും പുതിയ നീക്കമാണ് എന്ന് രാഹുൽ പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തന്റെ സഹോദരി ഭർത്താവിന് ഈ സർക്കാർ വേട്ടയാടുകയാണ്. ആ വേട്ടയുടെ തുടർച്ചയാണ് ഈ പുതിയ കുറ്റപത്രം. ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതവുമായ അപവാദവും പീഡനവും ആരോപണവും നേരിടുന്ന റോബർട്ടിനും പ്രിയങ്കയ്ക്കും മക്കൾക്കുമൊപ്പം ഞാൻ നിലകൊള്ളുന്നു. ഏത് തരത്തിലുള്ള പീഡനത്തെയും നേരിടാൻ അവരെല്ലാം ധൈര്യശാലികളാണ് എന്ന് എനിക്കറിയാം. അവർ അത് അന്തസ്സോടെ തുടരും. സത്യം ഒടുവിൽ വിജയിക്കും. രാഹുൽ ഗാന്ധി Xൽ കുറിച്ച വരികളാണിത്.